1923 ഒക്ടോബർ 20 ജനിച്ച് 2006 മുതൽ 2011 വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി നിലകൊണ്ട വ്യക്തിത്വമായിരുന്നു VS അച്യുതാനന്ദൻ. ഒരു സംസ്ഥാനം ഭരിക്കുമ്പം നേട്ടങ്ങളുണ്ടാകും, കോട്ടങ്ങളുണ്ടാകും, ശരികളുണ്ടാകും, തെറ്റുകളുണ്ടാകും. തിരുത്തേണ്ട സമയത്ത് തിരുത്തണം, സംസാരിക്കേണ്ട സമയത്ത് സംസാരിച്ച് അതിൻ്റെ വിഷയങ്ങളും വിശദീകരണങ്ങളും നൽകാമായിരുന്നു. ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീഴ്ചകൾ പറഞ്ഞ് അദ്ദേഹം അങ്ങനെ ചെയ്തയാളാണ്, അദ്ദേഹം മുസ്ലിം വിരുദ്ധനായിരുന്നു എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ എന്നൊക്കെ പ്രചരിപ്പിക്കേണ്ട സമയമല്ല ഇത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് തിരുത്തണമായിരുന്നു, പ്രതികരിക്കണമായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും പ്രതികരിക്കാതെ ഒരാൾ മരിച്ചു കിടക്കുമ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണം പറയുക അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള മോശത്തരങ്ങൾ എടുത്തു പറയുക എന്നുള്ളത് പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹനം നൽകുന്നില്ല. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു, ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ മരണപ്പെട്ടു പോയവരുടെ നല്ല കാര്യങ്ങൾ മാത്രം പറയുക. മോശമായ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ബന്ധുക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ശൈലി ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണല്ലോ പരിശുദ്ധ ഇസ്ലാമിൻ്റെ അവസാനത്തെ വാക്ക്. നബിതങ്ങൾ പോലും അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഏതെങ്കിലുമൊക്കെ മുസ്ലിം വിരുദ്ധത ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് VS അച്യുതാനന്ദന്റെ പേരിൽ പഴിചാരുന്നത് ഇസ്ലാമികമേ അല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് നന്മ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ.